ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് മക്കം പണയക്കടവിലുള്ള കായലോരം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കുറേ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, നമ്മുടെ സ്ഥലമാണത്. പക്ഷേ ഇന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കാം, എല്ലാവരെയും കാണിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫാമിലിയായിട്ടാണ് പോകുന്നത്. ചേച്ചിമാർ മാത്രമേ ഉള്ളൂ, ചേട്ടന്മാരും കൊച്ചിനൊന്നുമില്ല. ചേച്ചിമാർ നമ്മളെല്ലാവരും കൂടി, അനിയന്മാരും എല്ലാവരും കൂടി പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഗൈസ്, നമ്മൾ ഓഫ് റോഡാണ്, നമ്മൾ ഇന്ന് തുള്ളിയാണ് പോകുന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ വക്കം പണയക്കടവിലുള്ള കായലോരം റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞ്, ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് കിച്ചണും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഒരു ചെറിയൊരു സ്പേസിലാണ് അവർ ചെയ്തിരിക്കുന്നത്, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കായലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു രീതിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് കക്കത്തോരനും കൊഞ്ച് തീയലുമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. അത് നമ്മൾ ഊണിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ആയി വരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് കൊഞ്ച് ഫ്രൈ, കരിമീൻ അങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് കൊഞ്ചും ഞണ്ടും കരിമീനുമായിരുന്നു സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ കക്കത്തോരനൊക്കെ അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു പറയാനായിട്ടൊന്നുമില്ല, അത്രയും നന്നായിട്ടുള്ള ഫുഡായിരുന്നു. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാത്തിനും. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ആർക്കും കഴിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിലോട്ട് പോയി, കാരണം അത്രയ്ക്ക് നല്ല ഹെവി ഫുഡായിരുന്നു. അപ്പുവൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ വയ്യ, എനിക്ക് വയറ് വിത്ത്. സത്യ ചേച്ചിയൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല എടുത്ത് കൊണ്ടുവന്ന് ബാസ്ക്കറ്റിൽ ഇടണം. നമ്മളവിടെ ചെന്ന സമയത്ത് അവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് നല്ല ആളായി ഇവിടെ. അവിടെ അകത്ത് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് പോയി. പിന്നെ ഇത് വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ഇത്രയും പേരാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഫുഡ് ഇവിടത്തെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിച്ചു തീർന്നു. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയലായിരുന്നു. ഇവിടുത്തെ കൊഞ്ച് തീയലായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. അതുപോലെ തന്നെ ഇവിടുത്തെ കക്കത്തോരൻ പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ബദ്രുവിന് എന്താ ഇഷ്ടപ്പെട്ടെ? എനിക്ക് കക്കത്തോരൻ സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കൊഞ്ച് ഫ്രൈ ഇഷ്ടപ്പെട്ടു. പിന്നെ കരിമീൻ പിന്നെ ഒന്നുമില്ല പറയാം, പൊളിയായിരുന്നു. ഫുള്ള് കഴിച്ചു, ഒന്നുമില്ല ബാക്കി വയ്ക്കാതെ ഫുള്ള് കഴിച്ചു. അവസാനമായപ്പോൾ തളർന്നു ഗൈസ്, അത്ര നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. പിന്നെ ഇവിടെ ഇരുന്ന് ആർക്കായാലും ഇവിടെ വന്നൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ തോന്നുന്ന നല്ല സ്പേസ് ആണ് ഇവിടെ. പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഗൈസ്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ ബൈ, ടാറ്റ.